റിയൽമിയുടെ Realme V13 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme V13 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme V13 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekന്റെ dimensity 700 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ Mali G57 MC2 എന്ന GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള Realme 2.0 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തത് ഒരു ചെറിയൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1599 യുവാനാണ്. അതായത് ഏകദേശം 17,900 രൂപ. പിന്നെ ഈ ഫോണിൻ്റെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1799 യുവാനാണ്. അതായത് ഏകദേശം 20,100 രൂപ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു സ്പെസിഫിക്കേഷൻ ഈ ഫോണിലുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ നമ്മൾ ഇന്ത്യത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പം 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme Narzo 30 Pro എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. കാരണം അതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള mediatekന്റെ dimensity 800 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും വരുന്നുണ്ട്. ആ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ആ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ഫോണിൻ്റെ വില വരുന്നത് 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ചൈനയിൽ ലോഞ്ച് ചെയ്തൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ചൈനയിലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യാറ്. അപ്പോൾ ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി കൂടുന്ന കാര്യം ഒഴിവാക്കിയിട്ട് 17,900 രൂപ എന്ന പ്രൈസ് റേഞ്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അതും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. കാരണം ഇന്ത്യയിൽ ഇപ്പം 17,000 രൂപയ്ക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന Realme Narzo 30 Pro എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ ചിലർ പറയും Realme Narzo 30 Proയുടെ ബേസ് വേരിയൻറ്റിൽ 6GB റാമേ വരുന്നുള്ളൂ, അതിൻ്റെ വിലയാണ് 17,000 രൂപ എന്നുള്ളത്. എന്നാൽ Realme V13 5G എന്ന ഫോണിൽ 8GB റാം വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റാം കൂടുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നല്ലൊരു പ്രോസസ്സർ വരിക എന്നുള്ളതാണ്. അത് നമുക്ക് Realme Narzo 30 Pro എന്ന ഫോണിലാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ Realme V15 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഒരു ലൈറ്റ് വെർഷനായിട്ടാണ് Realme V13 5G എന്ന ഫോൺ വരുന്നത്. Realme V15 5G എന്ന ഫോൺ ഇന്ത്യയിൽ Realme X7 5G എന്ന പേരിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി Realme X സീരീസിൽ ഈ ഫോൺ വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വാർത്തകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.